ഓക്കെ. സോ ഇന്നലെ നമ്മളിപ്പോൾ എന്താ സംസാരിച്ചത്? നമ്മൾ ഡയറക്ഷൻ, അതായത് ബൈ ആണോ സെല്ലാണോ നമ്മളെ സെറ്റപ്പ് പ്രകാരം സ്ട്രാറ്റജി പ്രകാരം എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ എങ്ങനെയാണ് നോക്കാന്നുള്ള നില പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇപ്പൊ ഏത് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ലിക്വിഡിറ്റി മറ്റൊരു ലിക്വിഡിറ്റിക്കായിരിക്കും, അല്ലേ? ഓക്കെ. സോ ബേസിക്കലി നമുക്ക് ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. സോ നമ്മൾ ആ റെക്കോർഡഡ് വീഡിയോസിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ടൈപ്പ് ലിക്വിഡിറ്റി ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ്, മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ. സ്വിങ് ഹൈ ഞാൻ ഷോർട്ട് ആക്കി എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ സ്വിങ് ലോ. ഓക്കെ, ഇത് ക്ലിയർ ആണോ ആഷിം ബ്രോ? ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ലിക്വിഡിറ്റി പോയിന്റ്സ്. ഓക്കെ, ഇതേപോലെയുള്ള ഒരു ലിക്വിഡിറ്റി ആണ് നമ്മൾ മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏത്? പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയും ലോയും. ഓക്കെ, ഒന്നാമത്തെ ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ്. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ആണ് സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ. അതേപോലെ മൂന്നാമത് വരുന്ന ലിക്വിഡിറ്റിയുടെ പേര്, അത് കുറെ ലിക്വിഡിറ്റീസ് ഉണ്ട് മാർക്കറ്റിൽ. അത് ഓരോ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഓരോരുത്തരും ഓരോ ലിക്വിഡിറ്റിയാണ് ചൂസ് ചെയ്യുക. ഓക്കെ, എല്ലാ ലിക്വിഡിറ്റിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂസിങ് ആവും. അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്ട്രാറ്റജിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയാണ് ചൂസ് ചെയ്യുക. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഡയറക്ഷൻ, അതായത് ബൈ എടുക്കണോ, അന്ന് നമ്മൾ ഇൻട്രാഡേ ബേസിലൊക്കെ ട്രേഡ് നോക്കൂലേ. അപ്പോൾ ഇന്ന് ഓരോ ദിവസം നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതിന് രീതിക്കാണ് നമ്മളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഡെയിലിയുടെ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലിയുടെ ഹൈയും ലോയും മാത്രമാണ് ലിക്വിഡിറ്റി എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയും ലോയും. ഇത് ക്ലിയർ ആണോ ബ്രോ? ആഷിം ബ്രോ? ഓക്കെ. സോ ആഷിം ബ്രോക്ക് ക്ലിയർ ആയിട്ടില്ല, അതാട്ടോ അപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്. ഓക്കെ. സോ ഇതേപോലെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്വിങ് ഹൈ, സ്വിങ് ലോ, ഇതേപോലെയുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് ഏത്? പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയും ലോയും. ഓക്കെ. സോ അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും റെസ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടോ? അതെ, ചില ഫെയർ വാല്യൂ ഗ്യാപ്സ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില ലിക്വിഡിറ്റി പോയിന്റ്, അതിന്റെ അർത്ഥം എന്താ? ചില ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ചില ലിക്വിഡിറ്റി ഫെയിൽ ആക്കുന്നുണ്ട്, അല്ലേ? ഓക്കെ, അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഈ പ്രീവിയസ് ക്യാൻഡിൽ. അതേ ക്രൈറ്റീരിയയാണ് സ്വിങ് ഹൈ, സ്വിങ് ലോ. ചില ക്യാൻഡിലെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ റെസ്പെക്ട് ചെയ്തു പോകും. ഓക്കെ, ഇവിടുന്ന് ഇതാ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് താഴെ പോയില്ലേ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ? താഴെ പോയോ? ഇത് ഫെയിൽ ആയി. അപ്പൊ അതിനർത്ഥം എല്ലാ ലിക്വിഡിറ്റിയും നമ്മൾ പറഞ്ഞ പോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ലിക്വിഡിറ്റി ഒക്കെ തന്നെയാണ്, പക്ഷെ എല്ലാ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഫെയിലും ആക്കാം. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ സ്വിങ് ഹൈ. നമ്മൾ മറ്റൊരു ലിക്വിഡിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതാണ്? സ്വിങ് ഹൈ, സ്വിങ് ലോ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, മാർക്കറ്റ് ഇപ്പോ ഈ സ്വിങ് ഹൈ റെസ്പെക്ട് ചെയ്തിട്ട് സെല്ല് പോയില്ലേ? ഇത് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ സെല്ല് താഴെ പോയത്, അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിങ് ലോ റെസ്പെക്ട് ചെയ്തിട്ട് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഇതിന്റെ മേലെ പോയിട്ടുണ്ടോ? അതെ, ഇത് ഫെയിൽ അല്ലേ? ഈ സ്വിങ് ലോ ഫെയിൽ ആക്കിയില്ല ഇവിടെ. ഇതല്ലേ, ഇത് നമ്മുടെ പുതിയ എൻട്രി സെറ്റപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി റെസ്പെക്ട് തന്നെയാണ് നമുക്ക് വരാം. സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്നുള്ള പുതിയ അതൊന്ന് നമ്മൾ കവർ ചെയ്യും. ഓക്കെ. സോ ബേസിക്കലി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇതൊരു സ്വിങ് ഹൈ ആണ്. 3 ക്യാൻഡിൽ ഫോർമേഷൻ പ്രകാരം ഇത് സ്വിങ് ഹൈ അല്ലേ? ഈ കാണുന്നത് ഇത് സ്വിങ് ഹൈ ആണ്, ഈ ക്യാൻഡിൽ. ഓക്കെ, ഇത് റെസ്പെക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വന്നല്ലോ. ഇത് റെസ്പെക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് എങ്ങനെ താഴെ പോഞ്ഞത്? അങ്ങനെ നോക്കണം. നമ്മൾ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ
എല്ലാ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ല അല്ലെ, ഇത് ഫെയിൽ ആക്കിയിട്ട് മേലെ പോയില്ലേ. ഓക്കെ, അപ്പോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനും ഈ ഒരു സ്വിംഗ് ഹൈ ആൻഡ് ലോക്ക് പറഞ്ഞ അതേ ക്രൈറ്റീരിയ തന്നെയാണ് എന്ത്, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈസ് ആൻഡ് ലോസ് ചില ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്യും. അതായത് ഇന്നലത്തെ ക്യാൻഡിലിനെ ഇന്നത്തെ ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യാം, ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യാതെയും പോവാം. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അല്ലേ. ഓക്കെ, അപ്പോ അതിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് സെറ്റപ്സ് നോക്കുക. അതായത് പ്രീവിയസ് ക്യാൻഡിൽ ഇത് ഫ്രൈഡേത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡില്, ഇന്നിപ്പോ റൺ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ ക്യാൻഡിൽ അല്ലേ. ഇന്ന് മൺഡേയിലുള്ള ക്യാൻഡില് സ്റ്റിൽ റണ്ണിങ്ങിലായിരിക്കും ഈ ക്യാൻഡില് അല്ലെ. ഇന്ന് 2:30, ഇന്ന് മിഡ് നൈറ്റ് 2:30 അല്ലെങ്കിൽ 3:30 ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ ക്യാൻഡിൽ ക്ലോസ് ആവുക അല്ലെ. ഈ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, അപ്പൊ മുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഹൈ ലോയും കൺഫേം ആയില്ലേ, പിന്നെ അതിൽ ചേഞ്ച് വരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹൈസും ലോസും മാർക്ക് ചെയ്യാം. ദെൻ ഇത് മൺഡേയിലെ ക്യാൻഡിലാണ്. ദെൻ ട്യൂസ്ഡേയില് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ഹൈ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ലോ ആണെന്നുണ്ടെങ്കിൽ ഏതാണോ നമ്മൾ അലേർട്ട് ഇടുക എന്ന് പറഞ്ഞില്ല, ഈ രണ്ട് ലൈനിന്റെ നേരെ നമ്മൾ അലേർട്ട് ഇട്ട് വെക്കും. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അല്ലേ, ഇതാ ആഡ് അലേർട്ട് ഓൺ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഏതാണോ ടാപ്പ് ആവുന്നത്, ഓക്കെ ഇപ്പൊ ഇവിടെ ലോ ടാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് ലിക്വിഡിറ്റി ആണ്, ഇത് ലിക്വിഡിറ്റി ആണ് പറഞ്ഞു. അതായത് മൺഡേ ക്യാൻഡിലിന്റെ ഹൈ ലിക്വിഡിറ്റി ആണ്, ലോയും ലിക്വിഡിറ്റി ആണ് അല്ലെ. സോ ഇവിടെ നമുക്ക് ഏത് ലിക്വിഡിറ്റി ടാപ്പ് ആയത്, പ്രീവിയസ് ഡേ ക്യാൻഡിലിന്റെ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെ. പ്രീവിയസ് ക്യാൻഡിൽ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡെയിലി ക്യാൻഡിലിന്റെ ലോ ലിക്വിഡിറ്റി ടാപ്പ് ആയി നമുക്ക് അല്ലെ. സോ ഇത് ടാപ്പ് ആയി. അശിബ്രോക്ക് ഡൗട്ട്സ് വരുന്നുണ്ടോ ബ്രോ? ഹലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം, പ്രശ്നമില്ല. ഹലോ, ആ പറഞ്ഞോ ബ്രോ. ആ അതായത് ഇത് മനസ്സിലായില്ലേ, നമ്മള് ഒരു ക്യാൻഡിലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നത് ലിക്വിഡിറ്റി ആയിട്ട്. ഓക്കെ, അത് ഇതിപ്പോ മൺഡേയിലെ ക്യാൻഡിലാണ്. മൺഡേയിലെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിൽ, ട്യൂസ്ഡേയുടെ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി. ട്യൂസ്ഡേയുടെ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൺഡേയുടെ ക്യാൻഡിലിന്റെ ഹൈയും ലോയും ലിക്വിഡിറ്റി ആണ്. സോ അത് അലേർട്ട് ഇട്ട് വെക്കാണ്. ഇതിന്റെ നേരെ ഉള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അലേർട്ടിനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഓക്കെ, അത് വെച്ചിട്ട് അലേർട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഹൈയും ലോയും നമ്മൾ അലേർട്ട് ചെയ്ത് വെക്കാം. സോ ഏതാണോ ഫസ്റ്റ് ടാപ്പ് ആവുന്നത്, ഓക്കെ ഇപ്പൊ ഇവിടെ ടാപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ടാപ്പ് ആയ ഹൈ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ എടുത്തു, അതൊരു ലിക്വിഡിറ്റി ആണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിന് രണ്ട് മൂവ്മെന്റ്സ് ആണ് ചാൻസ് ഉള്ളത്. പറഞ്ഞത് രണ്ട് പ്രോബബിലിറ്റീസ് ആണുള്ളത്. ഈ ഒരു ലിക്വിഡിറ്റി ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിന് ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴെ മാർക്കറ്റിന് പോവാം, ഒരു പ്രോബബിലിറ്റി അതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ഹൈ ലിക്വിഡിറ്റി എന്ത് ചെയ്യാം, റെസ്പെക്ട് ചെയ്യാതെ നേരെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് മേലോട്ടും പോവാം. ഈ രണ്ട് ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ ഈ ഒരു ക്യാൻഡിലിന് വേണ്ടി സംഭവിക്കാൻ. അത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇതിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് നോക്കുന്നത്. ഓക്കെ, ഇത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിനെ റെസ്പെക്ട് ചെയ്താൽ നമ്മൾ എന്ത് നോക്കും, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ റെസ്പെക്ട് ചെയ്താൽ നമ്മൾ സെൽ സെറ്റപ്പ് നോക്കും. ഓക്കെ, ഇനി ഈ ക്യാൻഡിലിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂഷൻ ട്രേഡ് എന്ന് പറഞ്ഞില്ല ഇന്നലെ, അപ് ട്രെൻഡിലോട്ട് ഡയറക്ട്ലി ബൈ തന്നെ നോക്കും നമ്മൾ. ഓക്കെ, ഈ ക്യാൻഡിലിനെ റെസ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല മാർക്കറ്റ്, അതുകൊണ്ട് ബൈ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നോക്കും. ഓക്കെ ഓക്കെ സോ ഇവിടുന്ന് ഇത് കൺഫേം ആക്കൽ എങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ ഇതാണ് പ്രീവിയസ് ക്യാൻഡിൽ ആ ഒരു ലൈന്. ഓക്കെ, ഈ ലൈനാണ് കേട്ടോ അത് ഈ വരച്ചിട്ടുള്ളത്. ഈ ലൈൻ ഉണ്ടല്ലോ നമ്മൾ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ലൈന്, ഇതാണ് കേട്ടോ ഇത്.
ഞാൻ മാറ്റി വരച്ചാണ്. ഓക്കെ, സോ 50 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പൊ ഇത് ഇവിടുന്ന് ടാപ്പ് ആവൂലേ, പ്രീവിയസ് ക്യാൻഡിൽ ഈ അലേർട്ട് വന്ന് ടാപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 50 മിനിറ്റിന്റെ ക്യാൻഡിലോട്ട് സ്വിച്ച് ചെയ്യും. 50 മിനിറ്റിലെ ക്യാൻഡിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ചാർട്ടിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണണം, ഇതാ പ്രൈസ് വന്ന് ഇതിൽ ടാപ്പായി, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഇതിൽ വന്നൊരു ടാപ്പായി. ഓക്കെ, ഇതിൽ ഇങ്ങനെ പ്രൈസ് വന്നിട്ട് ടാപ്പ് ആയിട്ട് ഫസ്റ്റ് വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഇത് ടാപ്പ് ആയത് മുതൽ ഇവിടുന്ന് ഈ ഒരു പോയിന്റിന്റെ ഇവിടുന്ന് താഴോട്ട് നോക്കുക, ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നല്ല, ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി പോയിന്റ്. അത് ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ചിലപ്പോൾ എന്തും ആവാം, സ്വിംഗ് ലോ. ഓക്കെ, ഒന്നുകിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ഒന്നുകിൽ ഈ രീതിക്കായിരിക്കും മാർക്കറ്റ്, അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്വിംഗ് ലോ. ഇതാ ഇങ്ങനെ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ്. ഓക്കെ, ഒന്നുകിൽ ഫസ്റ്റ് സ്വിംഗ് ലോ ആയിട്ടുള്ള ലിക്വിഡിറ്റി, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും ഫസ്റ്റത്തെ ലിക്വിഡിറ്റി. ഇത് ഈ ഒരു രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക എങ്ങനെയാണ്, എങ്ങനെ വരുമ്പോഴാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ ഫസ്റ്റത്തെ ഏതായിരിക്കും, സ്വിംഗ് ലോ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റിലുള്ള വരുന്ന ഈ ഒരു ലിക്വിഡിറ്റി, ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, ഫസ്റ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടുത്തെ ക്രൈറ്റീരിയ വരുമ്പോൾ ഓക്കെ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെസ്പെക്ട് ചെയ്താൽ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ടാപ്പ് ആയ ഹൈ, ഇതിന്റെ മേലെ പോയി ഇതാ ഇങ്ങനെ ക്ലോസ് ആയ, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി. ഇവിടെ എന്ത് കംപ്ലീറ്റ് ആയി, ഫെയർ വാല്യൂ ഗ്യാപ്പ് ടു സ്വിംഗ് ഹൈ, IRL ടു ERL എന്ന് പറഞ്ഞുള്ള നമ്മൾ ആ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ആയില്ലേ. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ് ആവല് മസ്റ്റ് ആണ്, ഇതിന്റെ മേലെ ഇത് പോയിരിക്കണം ഈ ഒരു പ്രൈസ്. ബോഡി ക്ലോസ് ആവണോ വിക്ക് ക്ലോസ് ആവണോ എന്നില്ല, ഇതിന്റെ മേലെ പ്രൈസ് പോയിരിക്കണം. ബോഡി ക്ലോസും പ്രശ്നമില്ല, ഇനിയിപ്പോ ജസ്റ്റ് വിക്ക് മാത്രം പോയാലും പ്രശ്നമില്ല. ഓക്കെ, അത് പോയി കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് വരുന്ന ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം. ഇനിയിപ്പോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ്, ഈ സ്വിംഗ് ലോ ആവൂലേ. ക്ലിയർ ആണോ, ഡൗട്ട്സ് വരുന്നുണ്ടോ ബ്രോ? ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ആ, അപ്പോ അതെ, പറഞ്ഞുതരാം ഞാൻ. അതാണ് നമ്മളെ ക്യാൻഡിൽ റിജക്ഷന്റെ മെത്തേഡിൽ വരുന്നുണ്ട്. അത് എങ്ങനെയാണ്, റെസ്പെക്ട് ആണോ ഫെയിൽ ആണോ എന്നല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലോട്ട് പോവാന്ന് വെച്ചിട്ടാണ്. ഇല്ല പ്രശ്നമില്ല, അത് തോന്നിയിരുന്നു. കാരണം ഇതിനൊരു ബോഡി ക്ലോസ് വരാനാണ് ഇതിന്റെ ഫെയിൽ നമുക്കറിയാം. ഇതെങ്ങനെയാണ് ഫെയിൽ ആവാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ ഇത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഇതില് ഫസ്റ്റത്തെ ക്രൈറ്റീരിയ പ്രകാരം ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് IRL ടു ERL കംപ്ലീറ്റ് ആയി. ദെൻ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അഗെയിൻ നെക്സ്റ്റ് വരുന്ന ഫസ്റ്റ് ലിക്വിഡിറ്റി ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, സ്വിംഗ് ലോ. ഓക്കെ, ആ സ്വിംഗ് ലോ അല്ലെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ആവുമ്പോൾ ആയിരിക്കും നമ്മൾ ബൈ പ്ലാൻ ചെയ്യപ്പെടുക. ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ എന്തായിരിക്കും പ്ലാൻ ചെയ്യുക, ബൈ ആണ് പ്ലാൻ ചെയ്യുക. കാരണം ഫസ്റ്റിലുള്ള മാർക്ക് ചെയ്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് IRL ടു ERL കംപ്ലീറ്റ് ആയി അല്ലേ. സോ ഇത് കംപ്ലീറ്റ്, ഇത് റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ IRL ടു ERL കംപ്ലീറ്റ് ആയി. സോ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം ടൈം ഫ്രെയിം കിട്ടോ, 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ നമ്മളെ കൺഫർമേഷൻ പ്രകാരം നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് 1 മിനിറ്റിൽ നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന എൻട്രി കൺഫർമേഷൻ പ്രകാരം നമുക്ക് ട്രേഡ് നോക്കാം. പിന്നെ നമ്മൾ ട്രേഡ് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഹൈ ടാപ്പ് ആയ നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വെക്കുന്നതാണ് സേഫ്, ഏറ്റവും സേഫ് അതാണ്. ഓക്കെ, ഈ ഹൈ എടുത്ത ബ്രേക്ക് ചെയ്യാൻ വെക്കുക. സപ്പോസ് ഇതിനിപ്പോൾ ഒരു 1:2 ഇങ്ങനെ ഈ ഒരു രീതിക്കൊക്കെ ആണ് വരുന്നത്, അതായത് ജസ്റ്റ് ഒരു 1:1 പോലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു മിനിമം ഒരു 1:2. ഓക്കെ, 1:2 നമ്മൾ ടാർഗറ്റ് ചെയ്യുക. പക്ഷെ എന്ത് വെക്കണം, ഈ ഒരു പ്രൈസ് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇവിടെ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യാം, സേഫ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി റൺ ചെയ്യാൻ വിടാം. 1:2 വെച്ചോ. പക്ഷെ ഇവിടെ ഈ ഒരു ഹൈ എടുത്താൽ മാർക്കറ്റ് എന്താണ്, IRL TRL കംപ്ലീറ്റ് ആയില്ലേ, ചിലപ്പോൾ മാർക്കറ്റ് പിന്നെ താഴെ വന്നിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, നമ്മളെ SL അടിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് വരാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ഈവൻ ലെവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ട് ബാക്കി റൺ ചെയ്യാൻ വിടാം. ഓക്കെ, ആ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു, ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താണെന്നാണോ? അങ്ങനല്ല, ബ്രേക്ക് ഈവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു, ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഈ പ്രൈസ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇതാണ് നമ്മളെ ടാർഗറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്കറ്റ് ഇതുവരെ പോകുന്നല്ല, ഇത് കഴിഞ്ഞാൽ പിന്നുള്ള മാർക്കറ്റ് നമുക്ക് ബോണസ് പോയിന്റ് ആണ് അല്ലേ. സോ ബേസിക്കലി നമ്മളെ സെറ്റപ്പ് പ്രകാരം IRL TRL ഈ ഒരു മൂവ് ടാപ്പ് ചെയ്യാൻ ഈ ഒരു ഹൈ എത്തിയാൽ തന്നെ കംപ്ലീറ്റ് ആയി അല്ലേ. സോ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതല്ലേ നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ, അതായത് ഇവിടുന്ന് 0 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങനെ -1 -2 അങ്ങനെ ഒരു $50 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ $50 പോവുക അല്ലേ. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എൻട്രി ആയ പ്ലേസ് ഇല്ലേ, സ്റ്റോപ്പ് ലോസ് MT5 സ്റ്റോപ്പ് ലോസിന്റെ എമൗണ്ട് അടിച്ചു കൊടുക്കുന്ന, സ്റ്റോപ്പ് ലോസിന്റെ അവിടെ നമ്മൾ ഈ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഈ കണ്ടോ പോയിന്റ്, അത് ഈ റെഡിൽ ഇവിടെ കാണും, കണ്ടോ ഈ റെഡിൽ ഇവിടെ കാണുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ ആ ഒരു കോളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്ന പ്രൈസ് അല്ലേ. ഓക്കെ, ബ്രേക്ക് ഈവൻ വെക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസിന്റെ ആ കോളത്തിൽ നമ്മൾ ഈ പ്രൈസ് അടിച്ചു കൊടുക്കും. ഈ പ്രൈസ് ഈ ഗ്രേയിൽ കാണുന്ന ഈ ഒരു പ്രൈസ് ആണ് എൻട്രി പ്രൈസ്, നമ്മൾ എൻട്രി ആയ പ്രൈസ്. ആ എൻട്രി പ്രൈസ് നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ അവിടെ അടിച്ചു കൊടുത്താൽ പിന്നെ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്നാൽ, നമ്മൾ എൻട്രി പ്ലേസിൽ വന്നാൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. ഓക്കെ, അങ്ങനെ എങ്ങനെയാ മനസ്സിലായില്ല. അതെ അതെ, ഈ എമൗണ്ട് അല്ലേ 701.10 അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും. സ്റ്റോപ്പ് ലോസിന്റെ അവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻട്രി പോയിന്റ് 701.10 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് കണ്ടോ, ആ റെഡ് ഏരിയ പോയി, സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ പോയി. അതായത് സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ എന്ന് പറയുന്നത് എൻട്രി പ്രൈസിന്റെ അവിടെ തന്നെ ആയി. അതിനർത്ഥം എന്താണ്, ഇനി മാർക്കറ്റ് താഴോട്ട് വന്നാലും നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല ലോസും വരില്ല. ക്ലിയർ ആയില്ല, അതാണ് ബ്രേക്ക് ഈവൻ ആവുക എന്ന് പറയാം ട്രേഡ്. നമുക്ക് പ്രോഫിറ്റും ഇല്ല, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഉണ്ട്, നെക്സ്റ്റ് സെറ്റപ്പ് കിട്ടും, പക്ഷെ നമ്മൾ ക്യാപിറ്റൽ സേഫ് ആക്കാനല്ലേ നോക്കുക. ക്ലിയർ അല്ലേ? പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ. അതെ, അതായത് 2 ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലൊരെണ്ണം സെല് ചെയ്യാം. അത് പാർഷ്യൽസ് എടുക്കാന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ 2 ക്വാണ്ടിറ്റി ഒരു 10 ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 5 ക്വാണ്ടിറ്റി ഇവിടുന്ന് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 5 ക്വാണ്ടിറ്റി സെല് ചെയ്താൽ പിന്നെ നമുക്ക്
ഇത് താഴോട്ട് വന്ന സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നമ്മൾ കുറച്ച് പ്രോഫിറ്റ്, നമ്മൾ ഇവിടുന്ന് കുറച്ച് സെല് ചെയ്തല്ലോ, ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അത് രണ്ട് മെത്തേഡാണ്. കുറച്ച് ക്വാണ്ടിറ്റി സെല് ചെയ്യാം, പാർഷ്യൽസ് എടുക്കാന്ന് പറയും. ഞാൻ പേഴ്സണലി പാർഷ്യൽസ് എടുക്കാറില്ല. ഞാൻ ഇത് ഈ ഒരു സെറ്റപ്പ് ആണ്. ഇപ്പോൾ ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിൽ TP, ഒന്നിൽ സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ഒരു റീസണും ഉണ്ട്. ഓക്കെ, അതും ശരിക്കും ആക്ച്വലി പ്രോഫിറ്റ് കിട്ടാനുള്ളതായിരുന്നു. അപ്പൊ അതിൽ വന്ന മിസ്റ്റേക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം. ഈ ക്യാൻഡിൽ റിജക്ഷന്റെ മെത്തേഡ് പറഞ്ഞു തന്നിട്ട്. ഓക്കെ, അഷിം ബ്രോ ക്ലിയർ അല്ലേ? അഷിം ബ്രോ ഇതിലില്ലേ? ഹലോ, ഹലോ ബ്രോ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? ആ, ഇതുവരെ കംപ്ലീറ്റ് അല്ലേ കേട്ടത്? എന്തേലും? ഓക്കെ, സോ ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് മനസ്സിലായില്ലേ? റെസ്പെക്ട് ചെയ്തിട്ടുള്ള മെത്തേഡ്, സോറി, റെസ്പെക്ട് ചെയ്തിട്ട് ഫെയിൽ ആക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂഷൻ ബൈ പ്ലാൻ ചെയ്യും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നു, സപ്പോസ് ഈ ഫസ്റ്റ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫസ്റ്റിലുള്ള ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തതുകൊണ്ടല്ലേ അല്ലെ? ഇനി സപ്പോസ് ഇതാ ഇങ്ങനെ ജസ്റ്റ് വന്നിട്ട് ഈ ഫെയർ വാല്യൂ ആപ്പ് ഫെയിൽ ആക്കി. ഓക്കെ, ഇത് ഫെയിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം? സെല്ല് പ്ലാൻ ചെയ്യാം. കാരണം ഈ ലൈൻ എന്താണ്? നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈൻ എന്താണ്? പ്രീവിയസ് ക്യാൻഡിലെ ഹൈ. ആ ഹൈ റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോവാൻ ചാൻസ് ആണ് എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെല്ല് നോക്കും. ഓക്കെ, ഈ ഒരു രീതിക്ക് ഫസ്റ്റിൽ വരുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ 1 മിനിറ്റിൽ എൻട്രി കൺഫർമേഷൻ നോക്കിയിട്ട് ഇതുവരെ സെല്ല് നോക്കും. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല, ഫസ്റ്റിലുള്ള സ്വിങ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സ്വിങ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും? ഈ സ്വിങ് ഹൈ എടുത്തിട്ട് സെല്ല് നോക്കും. ഓക്കെ, ഇങ്ങനെ സ്വിങ് ഹൈ എടുത്തിട്ട് സെല്ല് നോക്കും. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു സെറ്റപ്പ് വരുമല്ലേ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷന്, ഇപ്പൊ കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിലും റെസ്പെക്ട് ചെയ്താലും ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ വരൂലേ? ഇപ്പൊ ഇതിൽ ഈ കേസിൽ ഫെയിൽ ആക്കിയ സിറ്റുവേഷൻ ആണ് കാണിച്ചത്. ഇതിപ്പോ റെസ്പെക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതാ ഇങ്ങനെ വരൂലേ? നമുക്ക് ഇപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ പ്രകാരം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല, ഫസ്റ്റിൽ ലിക്വിഡിറ്റി പോയിന്റ് എന്നുള്ളത് സ്വിങ് ഹൈ ആണ്, ഇത് റെസ്പെക്ട് ചെയ്തു. സോ ഈ ഫസ്റ്റിലുള്ള മെത്തേഡിൽ നമ്മൾ സെല്ല് നോക്കും. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എന്താ നോക്കുക? എന്ത് സെറ്റപ്പാ നോക്കുക? ബൈ ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുക അല്ലേ? സോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, പ്രൈസ് ഇത് എടുക്കാൻ വരുമല്ലോ, ഈ ഒരു സ്വിങ് ലോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ്, അതായത് 50 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഇത് നോക്കുന്നത് അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ സ്വിങ് ലോ എടുത്തിട്ട് ഇങ്ങനെ പോവാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മൾ എന്തും കൂടി നോക്കണം. ജസ്റ്റ് ഇതിന്റെ തൊട്ട് മേലുള്ള ഒരു ടൈം ഫ്രെയിം ഉണ്ട്, 30 മിനിറ്റ്. ഹലോ, 30 മിനിറ്റ്. അപ്പൊ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ ജസ്റ്റ് സ്വിങ് ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഇതിന്റെ കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഈ സ്വിങ് ലോനെ ചേർന്നിട്ട് ഇതേപോലെ 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിന്റെ ബേസിലാണ് എൻട്രി നോക്കുക? 30 മിനിറ്റ് 3 മിനിറ്റ് അല്ലെ? 30 മിനിറ്റ് 3 മിനിറ്റിന്റെ ബേസിൽ. കാരണം ഈ ഒരു 50 മിനിറ്റിന്റെ ലിക്വിഡിറ്റിനെക്കാട്ടും വലിയ ലിക്വിഡിറ്റി ആണ് ഏത്? 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിം പ്രകാരം അല്ലെ?
ഓക്കെ, അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ സെല്ല് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി 50 മിനിറ്റിന്റെ ഹൈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി സ്വിങ് ഹൈ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു 50 മിനിറ്റിന്റെ ഹൈ എടുക്കുന്നതും ഈ ഒരു 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്നതും ഒരേ ടൈമിലായിരിക്കും അല്ലേ? ഒരേ പോയിന്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 30 മിനിറ്റിന്റെ ടൈം ഫ്രെയിം പ്രകാരം 3 മിനിറ്റിലാവണം എൻട്രി നോക്കേണ്ടത്. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിലോ, കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 50 മിനിറ്റിന്റെ പ്രകാരം നമുക്ക് 1 മിനിറ്റിൽ ഇവിടുന്ന് തന്നെ എൻട്രി നോക്കാം, ട്രേഡ് സെല്ല്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? രണ്ടുപേർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് എൻട്രി കൺഫർമേഷൻ പഠിക്കല്ലേ? സെക്കൻഡ് കാൻഡിൽ റിജക്ഷൻ. ഓക്കെ, സെക്കൻഡ് കാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് ഇത് റെസ്പെക്റ്റ് ആണോ ഡിസ്റെസ്പെക്റ്റ് ആണോ എന്നതിന്റെ ബേസിലാണ് നമ്മൾ കൺഫേം ചെയ്യാം. അത് ലോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പായി. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പായി. നമ്മൾ 50 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ എൻട്രി ടൈം ഫ്രെയിം ഏതാണ്? ഓക്കെ, 1 മിനിറ്റിന്റെ പ്രൈസ് വന്നിട്ട് 1 മിനിറ്റിന്റെ ചാർട്ടിൽ പ്രൈസ് വന്നിട്ട് ടാപ്പായി. സോ ഈ ടാപ്പ് ആവുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് നോക്കുക? ഇതിന്റെ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഏതാണ് നോക്കും. ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും, സ്വിംഗ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ സ്വിംഗ് ഹൈ മാർക്ക് അല്ല സോറി ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തു 1 മിനിറ്റിന്റെ. ഓക്കെ, ഇത് പ്രൈസ് വന്ന് ടാപ്പ് ആയ അവിടുന്ന് മേലോട്ട് നോക്കിയിട്ട് ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി. ഓക്കെ, നമ്മൾ IFEG പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ സ്ട്രാറ്റജിയിൽ. ഇതിൽ വന്ന് ടാപ്പ് ആവുന്നതിനോട് ബാക്കിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ? സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കിയാലാണ് നമ്മൾ ബൈ സെറ്റപ്സ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്ന ടാപ്പ് ആവുന്ന ക്യാൻഡലിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ ഫസ്റ്റ് വരുന്ന ക്യാൻഡിൽ ഈവൻ ഇങ്ങനെ ക്ലോസ് ആയി, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു മിനിറ്റ്, സ്ക്രീൻ കാണുന്നുണ്ടോ?